ഗുരുക്കളോട് ചോദിച്ചു തീരുമാനിക്ക്. എല്ലാം ശരിയായി വന്നാ അപ്പൊ നമുക്ക് ഈ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാം. എന്നാ ശരി മോളെ, നാളെ കാലത്ത് തന്നെ നമ്മുടെ ഗുരുക്കളോട് ഇങ്ങോട്ട് വരാൻ പറയാം. നമസ്കാരം ഗുരുക്കളെ. ദീർഘായുഷ്മാൻ ഭവ, ദീർഘായുഷ്മാൻ ഭവ. ഗുരുക്കളെ സുഖായിരിക്കുന്നു? അങ്ങ് അകത്തേക്ക് വരൂ. വരൂ ഗുരുക്കളെ. ഗുരുക്കൾ എന്തിനാ ഇപ്പോ? ആരെന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും ഗുരുക്കൾക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റും. ഏയ് നിക്കവിടെ. എന്താ ചെയ്തുകൊണ്ടിരുന്ന പണി പൂർത്തിയാക്കാതെ എങ്ങോട്ട് പോവാ? ആരെ കാണാനാടി ഈ ഓട്ടം? താഴെ ചെന്ന് രാജഗുരുക്കളുടെ മുമ്പിൽ സീനാക്കാനാണോ? ഇല്ലാത്തതുണ്ടെന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുക. ഞാൻ അങ്ങനെയല്ല. ആരായാലും സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. നീ അത്രയ്ക്ക് പാവമൊന്നും അല്ലല്ലോ. ആളെ വളയ്ക്കാൻ നിന്റെ അടുത്തുനിന്ന് വേണം പഠിക്കാൻ. ദേവന്റെ ആരാധ്യയുടെ എൻഗേജ്മെന്റ് നടത്താമെന്ന് ഇന്നലെ വരെ കൊടി പിടിച്ചവര് ഇന്ന് എങ്ങനെയാടി മാറിയത്? ഗുരുക്കളോട് ചോദിച്ചിട്ട് മതി ഇതിലൊരു തീരുമാനമെന്നൊക്കെ പറയാനും മാത്രം നീ കൊണ്ടുചെന്ന് എത്തിച്ചില്ലേ? നീ ആളൊരു ഭയങ്കരിയാണല്ലോ. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോ, എന്തെങ്കിലുമൊക്കെ കാണിച്ച് രാജഗുരുവിനെ കൊണ്ട് നീ വൈദേഹിയാണെന്ന് പറയിപ്പിക്കാമെന്ന് വിചാരമുണ്ടെങ്കിൽ DNA റിപ്പോർട്ട് കോടതിയിലെത്തും. കേസ് അതോടെ റീഓപ്പൺ ആവും. കോടതിയിൽ നിന്റെ ബുദ്ധിമാന്യമുള്ള തള്ള പറയുന്നതിന് ഒരു വിലയുണ്ടാവില്ല. അവരെ നിനക്ക് ശിക്ഷ വിധിക്കും. എന്തു പറ്റി ചേച്ചി? എങ്ങാനും ഗുരുക്കൾ എന്നെ തിരിച്ചറിയോ, വൈദേഹിന്നെങ്ങാനും വിളിക്കുമെന്ന് ഓർത്തിട്ടാണോ ഊർമിളേച്ചി പേടിക്കുന്നേ? എനിക്കങ്ങനെ പേടിയൊന്നുമില്ലടി. അയാള് വാ തുറന്നാ നിന്റെ ജീവിതം എന്താകുമെന്ന് ആലോചിച്ചിട്ട് തീരുമാനിക്കും. കോടതിയിൽ ഗുരുക്കളുടെയും ജോൽസിന്റെയും ഒന്നും വാക്കുകൾക്ക് വിലയുണ്ടാവില്ല. അവിടെ DNA റിപ്പോർട്ട് മാത്രമേ ശബ്ദിക്കൂ. നല്ലോണം ഒന്ന് ആലോചിക്കും. ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഗുരുക്കളും അറിഞ്ഞു കാണുമല്ലോ. ഞങ്ങളുടെ വൈദേഹിയുടെ മരണത്തിന് ശേഷം നമ്മുടെ ദേവന്റെ ജീവിതത്തിലും പിന്നെ ഈ കുടുംബത്തിലും പ്രകാശം കിട്ടാൻ ദേവനൊരു പുതിയ ജീവിതം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഞങ്ങളുടെ എല്ലാം ആഗ്രഹവും അത് തന്നെയാണ്. അതുകൊണ്ട് ദേവന്റെ സന്തോഷവും ഈ വീടിന്റെ നിലനിൽപ്പും കരുതി ആരാധ്യയെ ദേവന് കല്യാണം കഴിച്ചു കൊടുത്താലോ എന്നൊരു ആലോചനയുണ്ട്. ഇങ്ങനെയൊരു തീരുമാനം കൊണ്ട് ഈ വീടിന്റെ സന്തോഷം തിരികെ കിട്ടുമോ? ഈ കല്യാണം നല്ലതിനാണോ? എല്ലാം ഗുരുക്കൾ തന്നെ പറഞ്ഞാ മതി. എന്തെങ്കിലുമൊക്കെ കാണിച്ച് രാജഗുരുവിനെ കൊണ്ട് നീ വൈദേഹിയാണെന്ന് പറയിപ്പിക്കാമെന്ന് വിചാരമുണ്ടെങ്കിൽ DNA റിപ്പോർട്ട് കോടതിയിലെത്തും. കേസ് അതോടെ റീഓപ്പൺ ആവും. ഗുരുക്കളോട് എല്ലാം പറയാൻ വേണ്ടി ഓടി വരുമായിരുന്നു ഇവള്. ഇനി എവിടുന്ന് വാ തുറക്കാൻ? ഗുരുക്കളെ, നമ്മുടെ വൈദേഹിയുടെ ചായയുള്ള വൈശാലി അത്. ശാന്തിയെ നോക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയിരിക്കുക.
ഇതിനു മുമ്പ് വൈശാലിയെ കണ്ടിട്ടില്ലല്ലോ അമ്മേ. അതാ വൈദേഹിയാന്ന് സംശയിക്കുന്നുണ്ടാവും. ഇത് വൈശാലിയാ ഗുരുക്കളെ, കോടതി തെളിയിച്ചതാ. DNA ടെസ്റ്റിലും അത് തന്നെയാ വന്നേക്കുന്നത്. ഊർമിളെ, ഗുരുക്കളോടെല്ലാം വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാവരും നന്നായിട്ട് അറിയാവുന്നതല്ലേ. ഗുരുക്കൾ എന്തായാലും കാര്യം പറഞ്ഞോളൂ. ആരാധ്യ, ഞാൻ എന്റെ മരുമോളാക്കിക്കോട്ടെ. ഈ കല്യാണം നടത്താലോ അല്ലേ? ഗുരുക്കൾക്കെല്ലാം അറിയാൻ പറ്റുന്നല്ലേ പറയാറ്. എന്നിട്ട് എന്താ ഞാൻ വൈദേഹിയാന്ന് തിരിച്ചറിയാത്തെ? എന്റെയും ദേവേടന്റെയും കല്യാണം കഴിഞ്ഞെന്ന് വരെ കണ്ടുപിടിച്ചയാളാ. എന്നിട്ടിപ്പൊ ഞാൻ വൈദേഹിയാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് വെച്ചാ വൈദേഹി ജീവനോടെ ഉണ്ട് ഗുരുക്കളെ. അത് ഞാൻ തന്നെയാ. ഈ കല്യാണം നടത്തരുതെന്ന് പറയൂ ഗുരുക്കളെ. കൗസല്യാദേവി, പൂജാമുറി ചെന്ന് കവടി എടുത്തോണ്ട് വരിക. ഞാൻ എടുത്തിട്ട് വരാം ഗുരുക്കളെ. ശരിക്കും ഈ ചേച്ചി വൈദേഹി ചേച്ചിയാണോ അതോ വൈശാലിയാണോ? ഇനിയിപ്പോ വൈദേഹി ചേച്ചിയാണെങ്കിൽ ഈ കല്യാണം നടക്കാൻ പാടില്ലല്ലോ. എന്താ ഗുരുക്കളെ ഒന്നും മിണ്ടാത്തെ? ഒന്നുകൂടി ആ കാവടി നിരത്തുക.
വീണ്ടും അങ്ങനെ തന്നെയാ വീണേ. അല്ല എന്താന്ന് പറ ഗുരുക്കളെ, ഒന്നും പറയാതിരുന്നാലാ ടെൻഷൻ. എന്താ ഗുരുക്കളെ കാണുന്നേ? ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല ദശരഥ, നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടപ്രകാരം തന്നെ നടക്കട്ടെ. പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. എന്ന് പറഞ്ഞാ ഈ കല്യാണം നടത്താൻ തന്നെയല്ലേ? ആരാധ്യന്റെ മരുമോളാവുമല്ലോ അല്ലേ? ആകും. ഞാൻ ആരാ ഗുരുക്കളെ? ഗുരുക്കളുടെ മുഖത്ത് നോക്കി ചോദിക്കാൻ തോന്നുക, പക്ഷെ എനിക്കൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. ഗുരുക്കൾക്ക് എന്താ എന്നെ തിരിച്ചറിയാൻ കഴിയാത്തത്? എന്റെ ദേവേട്ടനെ ആരാധിക്കും കല്യാണോ? അതിന് ഗുരുക്കൾ സമ്മതിച്ചിരിക്കുന്നു. അതുപോലെ എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ആരാധ്യ ഇവിടുത്തെ മരുമോളാവൂന്നല്ലേ പറഞ്ഞേ? അത് തന്നെ വലിയ കാര്യം. ഇനി ഗുരുക്കൾ ഒന്നും പറയണമെന്നില്ല. എന്നെ പറ്റിയായിരിക്കും പറയാൻ ഉദ്ദേശിച്ച്. ഊർമിളേച്ച് മനഃപൂർവ്വം ഇടയ്ക്ക് കയറോ? ഊർമിളെ, ഗുരുക്കള് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇതുപോലെ ഇടയ്ക്ക് കയറുന്ന എന്ത് സ്വഭാവാ? ഗുരുക്കളെ അങ്ങ് പറഞ്ഞോളൂ. സന്തോഷവും സംതൃപ്തിയും മനുഷ്യരെ ഒരു സ്ഥാനത്ത് നിർത്തിക്കളയും ദശരഥ. മുന്നോട്ടൊന്നും അറിയാനുള്ള അവസരം ഉണ്ടാവില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഗുരുക്കളെ. അങ്ങ് എന്താണെങ്കിലും പറഞ്ഞോളൂ. ചില തീരുമാനങ്ങൾ വിധിലിഖിതമാണ് ദശരഥ. അതിനെ കടന്ന് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ആ വാക്കുകൾക്ക് വിലയുണ്ടാവില്ല. നിങ്ങൾ തീരുമാനിച്ചതുപോലെ ഈ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ നടക്കട്ടെ. നമ്മൾ വയ്ക്കുന്ന ഓരോ ചൂടും എടുക്കുന്ന തീരുമാനവും എല്ലാം ആ മഹാദേവന്റെ ലീലകളാണ്. എനിക്കിപ്പോഴാ സമാധാനമായി. നാളെ നിങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ച മുഹൂർത്തത്തിൽ കല്യാണം നിശ്ചയം അങ്ങ് നടക്കട്ടെ. തടസ്സങ്ങൾ എന്തൊക്കെ ഉണ്ടായാലും അതെല്ലാം തന്നെ
ഉദ്ദിഷ്ട ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗമായി മാത്രം കണ്ടാൽ മതി. ഇനി ഞാൻ ഇറങ്ങാണ്. ആയിക്കോട്ടെ ഗുരുക്കളെ. അതെ, ഗുരുക്കൾ അവസാനം പറഞ്ഞ എന്താ എനിക്കൊന്നും മനസ്സിലായില്ല. നീ ഒത്തിരി മനസ്സിലാക്കിയാൽ അതും ആപത്താ. അതുകൊണ്ട് തൽക്കാലം മോൻ ഇത്രയൊക്കെ അറിഞ്ഞാ മതി കേട്ടോ. നിശ്ചയം നടത്തിക്കോളാൻ പറഞ്ഞു, കല്യാണം നടക്കുമെന്നും പറഞ്ഞു. നമുക്കതുപോരെ. ഗുരുക്കളെ, എന്താ കുട്ടി? അകത്ത് അവര് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഗുരുക്കൾ ഉത്തരം പറഞ്ഞു. അപ്പൊ എന്റെ പ്രശ്നത്തിനും ഗുരുക്കള് ഉത്തരം കണ്ടെത്തി തരുമായിരിക്കുമല്ലോ. ആരെന്ത് ചോദിച്ചാലും എനിക്കറിയാവുന്നത് പറയാന്നുള്ളതാണ് എന്റെ ധർമ്മം. ചോദിച്ചോളൂ. അകത്തെന്തിനാ അങ്ങ് അങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാം അറിയാവുന്ന ഗുരുക്കൾക്ക് എന്നെ തിരിച്ചറിയാനാവുന്നില്ലേ? ഞാനും ദേവേട്ടനും തമ്മിലുള്ള ബന്ധം അങ്ങ് അറിയുന്നില്ലേ? അഗ്നിസാക്ഷിയായി എന്റെ കഴുത്തിൽ ഈ താലി കെട്ടിയ ദേവേട്ടൻ മറ്റൊരാളെ കല്യാണം കഴിക്കുന്നത് എങ്ങനെയാ? അപ്പൊ എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ മംഗല്യ സൂത്രത്തിന് ആരാ ഉത്തരം പറയാ? അങ്ങ് തന്നെ പറയണം ഗുരുക്കളെ. എനിക്കല്ലാതെ മറ്റൊരാൾക്ക് എന്റെ ദേവേട്ടന്റെ ജീവിതത്തിൽ സ്ഥാനമുണ്ടെന്നാണോ അങ്ങ് പറയുന്നത്? ഞങ്ങളുടെ ബന്ധം നിലനിൽക്കില്ലേ? അങ്ങ് ഇതിന് ഉത്തരം പറഞ്ഞേ മതിയാവൂ. നിങ്ങൾ തമ്മിലുള്ള ബന്ധം മുറിക്കാൻ സാക്ഷാൽ ആ ഭഗവാന് പോലും സാധിച്ചിട്ടില്ല. കേവലം ഈ മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റുമോളെ? നിങ്ങളെ പിരിക്കാൻ ആർക്കും സാധിക്കില്ല. പിന്നെ അകത്ത് വെച്ചെന്തിനാ അങ്ങനെ പറഞ്ഞത്? ആരാധ്യ എങ്ങനെ ഇവിടുത്തെ മരുമോളാവും? അങ്ങനെയും സംഭവിക്കും മോളെ. അതെങ്ങനെ സംഭവിക്കുന്ന പറയുന്നേ? എന്റെ ദേവേട്ടന്റെ ജീവിതത്തില് മറ്റൊരാൾക്കും കൂടി സ്ഥാനോ? ഞങ്ങളുടെ ബന്ധം മുറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇതും കൂടി പറഞ്ഞാൽ എങ്ങനെയാ? ഇത് വിധി നിനക്ക് നൽകിയൊരു പരീക്ഷണമാണ്. ഏതെന്തിനെങ്ങനെ നടക്കുമെന്നുള്ളത് മുന്നോട്ടുള്ള യാത്രയിൽ നിനക്ക് മനസ്സിലാവും. കഷ്ടപ്പാടും കണ്ണീരും വേദനയും സഹിക്കാനുള്ള ശക്തി ഉണ്ടാവട്ടെ. പക്ഷെ സ്നേഹമാണ് നിന്റെ ബലം, നിന്റെ വിശ്വാസമാണ് നിന്റെ ആയുധം. ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാകും. ഞങ്ങളുടെ ബന്ധം മുറിയില്ല. എന്നെ എന്റെ ദേവേട്ടനെ ആർക്കും വേർപെടുത്താനാവില്ല. ഇത് മാത്രം മതി. ഏത് കഷ്ടപ്പാടും ഞാൻ ധൈര്യത്തോടെ നേരിടും. എന്റെ സ്ഥാനം എനിക്ക് തിരിച്ചു കിട്ടുന്നത് വരെ ഞാൻ പോരാടിക്കൊണ്ടിരിക്കും. ആരാധ്യ, നീ ഇവിടെ ഇരിക്കായിരുന്നാ? മുകളിലെല്ലാം ഞാൻ നിന്നെ തിരക്കി നടക്കായിരുന്നു. എന്തിന്? നാളെ നിങ്ങളുടെ എൻഗേജ്മെന്റ് അല്ലേ, അതിനെ കുറിച്ചൊന്ന് സംസാരിക്കാന്ന് കരുതി. നിങ്ങളുടെ ഈ എൻഗേജ്മെന്റ് ഭംഗിയായിട്ട് നടക്കണം, ഒരു തടസ്സം ഉണ്ടാവാൻ പാടില്ല. അതിന് ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ എന്ത് ചോദിച്ചാലും ചെയ്യൂ. നിങ്ങളുടെ കല്യാണം നടക്കണം, അതെനിക്ക് വേണ്ടത്. എന്ന് വെച്ചാൽ എനിക്ക് മാത്രമല്ല, ഈ വീട്ടിലെ എല്ലാവരും അതല്ലേ ആഗ്രഹിക്കുന്നത്. അല്ല, പറഞ്ഞില്ല എന്താ വേണ്ടേ? ദേ ഇപ്പൊ കൊണ്ടുവന്ന് മുമ്പിൽ വെക്കാം. എന്നാ എനിക്ക് ദേവനെ വേണ്ടത്. കൊണ്ടുവന്ന് തരുമോ? ദേവന്? അതേലോ, ആരാധ്യ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് തന്നെ പോയി വിളിച്ചോണ്ട് വരണം. ദേവൻ എന്നെ കാണാൻ സന്തോഷത്തോടെ വരണം, സ്നേഹത്തോടെ എന്നോട് സംസാരിക്കണം. കൊച്ചു വർത്താനൊക്കെ കഴിഞ്ഞോ? ചുമ്മാ സംസാരിച്ചതുകൊണ്ട് മാത്രമായില്ല, ആരോടാ സംസാരിക്കുന്നതെന്ന് കൂടി ഒന്ന് ആലോചിക്കണം. അവളൊരു വക്കീല. അവളോട് എന്തെങ്കിലും സംസാരിക്കുന്നെങ്കിൽ 1ന് 10 വട്ടം ആലോചിച്ചിട്ട് വേണം വായിന്ന് എന്തെങ്കിലും പുറത്തു വരാൻ. എന്താ വല്ലതും മനസ്സിലായോ? ആരാധ്യേ, ദേവൻ ആത്മാർത്ഥമായി നിന്നോട് അടുക്കണമെങ്കിൽ അത് ഞാൻ വിചാരിച്ചാലോ വരുൺ വിചാരിച്ചാലോ നടക്കില്ല. കൈയിൽ കിട്ടുന്ന ഓരോ അവസരവും ബുദ്ധിയോടെ കൈകാര്യം ചെയ്യാൻ നോക്കിയാ ദേവൻ തന്നെത്താനെ നിന്റെ അടുത്തേക്ക് വരും, നിന്നെ സ്നേഹിക്കാനും തുടങ്ങും. എന്തവസരം ഊർമിളെ? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. രാജഗുരുക്കള് നേരിട്ട് വന്ന് നിങ്ങളുടെ കല്യാണം നടക്കുമെന്ന് പറഞ്ഞിട്ട് പോയി.
ഗുരുക്കളുടെ വാക്കെന്നാൽ ഈ കുടുംബത്തിലെ അവസാനത്തെ വാക്ക. ആ വാക്കെന്നും പാലിക്കപ്പെടും. അതുകൊണ്ട് നീ ദേവന്റെ സന്തോഷവും ആത്മാർത്ഥതയൊന്നും നോക്കാൻ നിൽക്കണ്ട. ലക്ഷ്യത്തിലെത്താൻ എന്താ വഴിയെന്ന് ചിന്തിക്ക്. കഴിയുന്നത്രയും പെട്ടെന്ന് ദേവനെ നിന്റെ സ്വന്തമാക്ക്. അതിനാദ്യം ഈ കല്യാണം തടസ്സമില്ലാതെ നടക്കണം. കല്യാണം എന്തായാലും നടക്കുന്ന ഉറപ്പാ. അതിലെനിക്ക് യാതൊരു സംശയവുമില്ല. വീട്ടിലെല്ലാരും ആഗ്രഹിക്കുന്നത് അത് തന്നെയല്ലേ. അപ്പൊ അതിനെന്ത് തടസ്സം ഉണ്ടാവാനാ? പക്ഷേ ദേവനുമായിട്ടുള്ള കല്യാണത്തെക്കാളും ദേവൻ എന്നെ ആത്മാർത്ഥമായി സ്വീകരിക്കണം എന്നുള്ളത് എന്റെ ആഗ്രഹം. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവൻ നിന്റേത് മാത്രമല്ലേ? അതും ഇതും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കഴുത്തിലൊരു താലി കെട്ടിച്ചതുകൊണ്ട് ഭാര്യയാവാൻ പറ്റുമായിരിക്കും. പക്ഷെ അവന്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഞാൻ അവന്റെ സ്വന്തമാവൂ. അല്ലെങ്കിൽ ഈ ബന്ധത്തിന് യാതൊരു അർത്ഥം ഉണ്ടാവില്ല.